മക്കളെ വാ ഇരിക്കടാ. അതെ, ഇന്ന് മൊത്തം എൻ്റെ വക ട്രീറ്റാണ്. നിങ്ങൾക്കല്ലേ പരാതി ഞാൻ ട്രീറ്റ് ഒന്നും ചെയ്യുന്നില്ല, പിശുക്കനാണെന്ന്. ആ പരാതി ഇന്നത്തോടെ മാറ്റിത്തരാം. ഇന്നത്തെ സാലറി കിട്ടിയ ദിവസമാണ്, റിച്ചാണ്. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. ആ പൊളിച്ചല്ല മച്ച്. ഓ, അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. ഓ എടാ, നമുക്കിവനെ ഇന്ന് പൊളിച്ചിടക്കി കൊടുക്കണം. സാലറി കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. സാലറി ഒന്നും ബാക്കി വെക്കണ്ട. ഈ ഒരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല. അപ്പോൾ ഓർഡർ ചെയ്ത കാര്യം ഞാൻ മെനു കാർഡ് എടുത്തേ നോക്കട്ടെ. ദൈവമേ, ഇവന് നല്ല ബുദ്ധി എപ്പോൾ തോന്നിയത്? നീ പറഞ്ഞ ശരിയാ, നമുക്കിന്ന് മാക്സിമം അവന് ഊറ്റിയിട്ട് വിടാം. ആ മെനു എടുത്തേ. ഇന്ന് ഹെവി ആയിട്ട് ഞാൻ ഓർഡർ ചെയ്യേ. ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ. മെനു എടുത്ത് നോക്കടാ. എടാ, എനിക്ക് അൽഫാം മതി. പെരി പെരി അൽഫാം ഒരു ഹാഫാൻ ഇരിക്കട്ടെ. നീ എന്തായാലും ചിലവ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. എടാ, എനിക്ക് കുഴിമന്തി മതി. ഓക്കെ, അപ്പം നിനക്ക് അൽഫാം, നിനക്ക് കുഴിമന്തി, എനിക്കൊരു ജ്യൂസും. വെയിറ്ററിനോട് പറയാമല്ലോ. വെയിറ്റർ, എന്തായാലും ഭക്ഷണം വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം. എടാ രാഹുലെ, നിനക്കന്ന് ഓർമ്മയില്ലേ നമ്മൾ ഈ ഹോട്ടലിൽ അന്ന് വന്നത് സതീഷിൻ്റെ ഒപ്പം? അന്ന് ഞങ്ങൾ 3 പേരും കൂടി ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത്, എന്നിട്ട് കറക്റ്റ് നമ്മൾ സതീഷിൻ്റെ ചിക്കൻ പീസിൻ്റെ ഉള്ളിൽ നിന്ന് പുഴു നുളച്ചുളച്ച് വന്ന് അവൻ്റെ കഴിക്കാനെടുത്തതും പുഴുവിനെ കണ്ടത് അവനാകെ ദേഷ്യപ്പെട്ട് അവൻ ബഹളമായി ഇവിടുത്തെ വെയിറ്ററിനെ കയറി തല്ലുകയും ചെയ്തു. അല്ലടാ, എന്തൊരു ഒച്ചപ്പാടും ബഹളമായിരുന്നു അറിയാമോ. ഒരു രക്ഷയുണ്ടായില്ല. അവനൊരു കണക്കിനെ പിടിച്ച് മാറ്റിയത്. അവസാനം ഇവിടുന്ന് ബില്ല് കൊടുക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കുറേ പച്ചത്തറിയും പറഞ്ഞ അവന്, വെയിറ്ററിനെയും ഫുഡ് ഉണ്ടാക്കിയ ആളെന്നൊക്കെ പറഞ്ഞിട്ട്. പുഴുവാ ഈ ഹോട്ടലിൽ നിന്ന്? ഇതേ ഹോട്ടലിൽ തന്നെ ആടാ, ഇതേ ഹോട്ടലിൽ തന്നെ അല്ലേടാ? ശരിയാണല്ലടാ, അത് ഇവിടെ വെച്ച് തന്നെ ഇരുന്ന്. ഈ ഹോട്ടലിൽ വെച്ചാണ്. ശരിയാണ്, അത് മറന്നേക്ക്, അത് വിട്ടേടാ. ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഹോട്ടലിൽ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. എടാ, പിന്നെ നമ്മൾ ആ ബിജോയില്ലേ, നമ്മളെ +2 പഠിച്ച ബിജോയ്, അവനെ എവിടുന്നോ കുഴിമന്തി അയച്ചാന്ന്. എന്നിട്ട് ഛർദി, വയറിളക്കം, പനി പിടിച്ച് എന്തൊക്കെ ആയിട്ട് വയ്യാണ്ട് ആശുപത്രിയിലായിരുന്നു. തീരെ വയ്യായിരുന്നു. കുഴിമന്തിയുടെ ഫുഡ് പോയ്സൺ അടിച്ചാന്ന്. ദൈവമേ, എന്തൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ ആ പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള വലിയ ഹോട്ടലില്ലേ, ആ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമായിട്ട് ട്രിപ്പ് പോയ ഫാമിലിക്കാർ അൽഫാം കഴിക്കാൻ കയറിയതാണ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഛർദിയായി. അവിടുത്തെ 10-40 പേര് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഹോട്ടല് പൊട്ടി സീൽ ചെയ്ത്. അവിടെ നിന്ന് എന്തോ ഫുഡ് പോയ്സണുള്ള അൽഫാമായിരുന്നെന്ന് പോലും. എന്ത് വിശ്വസിച്ചാൽ കഴിക്കുക. ഇപ്പോൾ ഓരോ സാധനത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ പെട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ല. ഒന്നും മിണ്ടാതിരിക്കുമോ? വന്നപ്പോൾ തുടങ്ങി നല്ല ദുരന്തം പറച്ചിൽ. ഫുഡ് ഓർഡർ ചെയ്യുകയും ചെയ്ത് ഓരോ ദുരന്തം പറഞ്ഞ് ഇതെങ്ങനെ കഴിക്കിയതിപ്പോൾ? എന്താടാ ഇത്? എടാ, ഞാനത് ദുരന്തം പറഞ്ഞല്ല. നീ ഇന്ന് അങ്ങനെ പറയണേ? എല്ലാം നടന്ന കാര്യങ്ങളല്ലേ. നടന്ന സംഭവം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ പറയണോ ഇത്? പറയണ്ടെന്നല്ല, പറയേണ്ട അവസരത്തിൽ പറയണം. നീ വലിയ കാര്യത്തിൽ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അത് ദുരന്തം പറയാനാണ് വിളിക്കുന്നത്. പിന്നെ ഹോട്ടലിൽ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ദുരന്തം പറയണത് ഞാനെന്ത് ചെയ്യാനാണിത് ഇപ്പം? അയ്യോ സത്യങ്ങളായിക്കോട്ടെ. ഈ തൂറ്റക്കേസൊക്കെ നീ എന്തിനാണ് ഈ കഴിക്കുന്ന നേരത്ത് പറയുന്നത്? ദുരന്തമായിട്ട് കൂട്ടല്ലടാ. നടന്ന കാര്യങ്ങൾ, സതീഷിൻ്റെ അപ്പം വന്നപ്പോൾ അടിയുണ്ടായത്, പുഴുവിനെ കിട്ടിയത് മടിയുണ്ടായതൊക്കെ നടന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബിജോയുടെ കാര്യം നീ ബിജോനെ വിളിച്ച് നോക്കി. നിനക്കൊരു മാറ്റവും ഇല്ലടാ. ദുരന്തേശ്. ഞാനില്ല, എനിക്ക് എൻ്റെ ട്രീറ്റും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് പിടിക്കൂല. ഞാൻ പോണം. നീ വാ. ഞാനുണ്ട്. നീ തന്നെ ഓർഡർ ചെയ്ത് കഴിക്കും. എനിക്ക് വേണ്ട നിൻ്റെ ട്രീറ്റ്.